ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചും സ്വച്ഛതാ ഹി സേവ പരിപാടിയുടെയും ഭാഗമായി പുനലൂർ ചെമ്മന്തൂരിൽ പുനലൂർ നഗരസഭയുടെയും പൊതുജനങ്ങളുടെയും നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം നടന്നു. പുനലൂർ നഗരസഭ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ ശുചീകരണ യജ്ഞത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നത് ഏറെ പ്രിയങ്കരിയായിട്ടുള്ള വസന്ത ജനതിന് വേണ്ടിയുള്ള എല്ലാ എഫർട്ടും എടുക്കുകയും അതുപോലെ നിരന്തരം പ്രവർത്തനങ്ങളിലൂടെ രണ്ട് മാസക്കാലമായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പ് നൽകാം, ഈ വരുന്ന മാർച്ച് 30-ാം തീയതിക്കകം തന്നെ ഇന്നു മുതൽ തുടങ്ങുന്ന ഈ ക്യാമ്പയിൻ്റെ ഭാഗം ഈ വരുന്ന 30-ാം തീയതി പുനലൂർ നഗരസഭ ഒന്നടങ്കം വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള നടപടി, അതുപോലെ കേരളത്തിൽ നമ്പർ 1 മുനിസിപ്പാലിറ്റി ആക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട്, ഇതൊരു വലിയ ക്യാമ്പയിനാണ്. നമ്മൾ മാത്രം വിചാരിച്ചാൽ മാറുകയില്ല. പൊതുജനങ്ങളും ആ താല്പര്യത്തോടു കൂടി ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികതയുടെ പേരിൽ തുടക്കം കുറിക്കുകയാണ്, ഉദ്ഘാടനം ചെയ്യുകയാണെന്ന് അറിയിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നീണ്ടു നിൽക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ തുടക്കം കുറിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി നമ്മൾ പ്രചരണ ജാഥയും അതുപോലെ തന്നെ ബാക്കി ഫ്ലാഷ് മോബ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നഗരസഭയായി ഏറ്റെടുത്ത് NSSൻ്റെ കുട്ടികളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് 2 ദിവസമായി നമ്മൾ പല പ്രചരണ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു. ഇന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ഓരോ ഭാഗങ്ങൾ, നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ ഭാഗങ്ങളും നമ്മൾ അതിൻ്റെ സ്പോട്ടുകൾ കണ്ടെത്തിക്കൊണ്ട് ക്ലീനിങ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. തുടർന്ന് വരുന്ന ദിവസങ്ങളിലും നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നമ്മൾ നടത്തപ്പെടും. അങ്ങനെ നമ്മുടെ നഗരസഭ പുനലൂർ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കാൻ വേണ്ടുന്ന നടപടികളാണ് ഇന്നു മുതൽ നമ്മൾ ആരംഭിക്കുന്നത്. നമ്മുടെ കൂടെ വരുന്നേ ഞാനിവിടെ എല്ലാം എന്നാ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊടുത്തു വിട്ട ഈ പോസ്റ്റ് എല്ലാം പറഞ്ഞാൽ കൊടുത്തു വിട്ടു. ഷാജി എവിടൊക്കെ ഇടാൻ പറ്റുന്നോ അതെല്ലാം തത്താത്ത എൻ്റെ കുഴപ്പമില്ല. സൈസാവട്ടെ, ഇറങ്ങാം. ഇറങ്ങിയപ്പോൾ ഭയങ്കര പണിയായിരിക്കും, നിൽക്കത്തില്ല. വേണാടിൻ്റെ മലിനീകരണ രഹിത സമൂഹം നമ്മൾ കെട്ടിപ്പടുക്കണമെന്നും പ്ലാസ്റ്റിക് ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് പരിസ്ഥിതിയെ നാം സംരക്ഷിക്കേണ്ട സമയമാണിതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ രഞ്ജിത്ത് രാധാകൃഷ്ണൻ പറഞ്ഞു. പുനലൂർ ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരം, പോലീസ് സ്റ്റേഷൻ റോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ശുചീകരണ പ്രവൃത്തികൾ നടത്തിയത്.
ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത രഞ്ജൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് രാജൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പിള്ള, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് PA അനസ്, CPI പാർലമെന്ററി പാർട്ടി ലീഡർ VP ഉണ്ണികൃഷ്ണൻ, കൗൺസിലർമാരായ ബിജു കാർത്തികേയൻ, ഷെമി അസീസ്, നഗരസഭാ ജീവനക്കാർ, വേണാട് ട്രാൻസ്പോർട്ട് ജീവനക്കാർ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ തുടങ്ങിയവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.